ഹലോ, വെൽക്കം ബാക്ക് ടു കിച്ചൺ ഡെയിൽസ് ബൈ അശ്വതി. അപ്പോൾ ഞാൻ ഇവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു നാടൻ സ്റ്റൈലിലെ മത്തിക്കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ആദ്യമായി നമ്മുടെ മത്തിയെല്ലാം ഒന്ന് വെട്ടി ക്ലീൻ ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ നമ്മുടെ മത്തിയെല്ലാം വെട്ടി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 2-3 എണ്ണത്തിലൊക്കെ ചെറിയ രീതിയിൽ പരിഞ്ഞിലുണ്ടായിരുന്നു. ഇപ്പോൾ മത്തിക്ക് പരിഞ്ഞിൽ വെക്കുന്ന സമയമാണ്. അപ്പോൾ 2-3 എണ്ണത്തിലൊക്കെ ചെറുതായിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നമ്മുടെ മത്തിക്കറിയിലേക്ക് എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നോക്കാം. അതിനായി നമ്മൾ വെട്ടി വൃത്തിയാക്കിയെടുത്ത മത്തി, കറിവേപ്പില, നേരത്തെ നമ്മൾ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ കുടംപുളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ചെറിയ തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളി, ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ച് പേസ്റ്റാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഇടികല്ലിലിട്ട് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് പേസ്റ്റാക്കി എടുക്കാം. അതിനായി ഞാനിവിടെ വെളുത്തുള്ളിയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. കൂടെ തന്നെ ഇഞ്ചി, ഒരു ചെറിയ പീസ് ഇഞ്ചി കൂടി ഇട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ചതച്ച് ഒരു പേസ്റ്റാക്കി എടുക്കാം. നിങ്ങൾക്ക് വേണേൽ മിക്സിയുടെ ജാറിലിട്ടായാലും പേസ്റ്റാക്കി എടുക്കാം. ഞാനിവിടെ ഇടികല്ലാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഞാൻ നന്നായിട്ട് ചതച്ച് നല്ല പേസ്റ്റ് പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മീൻകറിക്ക് ആവശ്യമായ പൊടികളെല്ലാം ഒന്നെടുക്കാം. ഞാനിവിടെ 3 സ്പൂൺ മുളക് പൊടിയും 1.5 സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് അതിലേക്ക് ഒരു ചട്ടി വെച്ച് കൊടുക്കാം. ചട്ടി ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവയും ഒരു 1/2 ടീസ്പൂൺ കടുക് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച കൊച്ചുള്ളിയും ഇഞ്ചിയൊക്കെ ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 ചെറിയ പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച കൊച്ചുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ച കൊച്ചുള്ളി കൂടി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ കൊച്ചുള്ളിയൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ച തക്കാളി കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് അതിലേക്ക് നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച കുടംപുളി കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 കഷ്ണം കുടംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പുളിക്ക് പകരം മാങ്ങായോ ഇരുമ്പുളിയോ ഒക്കെ ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പൊടികളെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം. പൊടി ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിലായിരിക്കണം. അങ്ങനെ നമ്മുടെ പൊടിയൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ചെറിയ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിനി ഈ അരപ്പുമായിട്ട് ഈ വെള്ളം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ കറി ഒന്ന് തിളയ്ക്കുന്നതിനായിട്ട് ഇതൊന്ന് കുറച്ച് നേരത്തേക്ക് അടച്ച് വെക്കാം ലോ ഫ്ലെയിമിലിട്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ അരപ്പ് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമ്മുടെ മത്തിയെല്ലാം ഒന്ന് വരഞ്ഞെടുക്കാം. ഇപ്പോൾ നമ്മുടെ മീൻ വറക്കാനെടുക്കുന്ന പോലെ അത്രയും അടുപ്പിച്ച് വരയേണ്ട, ജസ്റ്റ് ഒന്ന് ഒരു ഗ്യാപ്പ് ഇട്ടൊന്ന് വരഞ്ഞെടുക്കാം. അങ്ങനെ ഞാൻ നമ്മുടെ മത്തിയെല്ലാം വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി അതിലേക്ക് നമ്മൾ വരഞ്ഞ് വെച്ച മത്തിയെല്ലാം ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മത്തിക്കറിക്ക് ചെറിയൊരു തിളയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ മത്തിക്കറി ഇളക്കി കൊടുക്കുമ്പം സാവധാനമേ ഇളക്കി കൊടുക്കാവൂ, അല്ലെങ്കിൽ നമ്മുടെ മത്തിയെല്ലാം പൊടിഞ്ഞു പോവും. അതുകൊണ്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് നടുഭാഗം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മത്തിക്കറി നന്നായിട്ടൊന്ന് തിളച്ച് നന്നായിട്ട് വറ്റി ചാറൊക്കെ നല്ല കുറുകി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി മുകളിലൊന്ന് ഇട്ട് കൊടുക്കാം. ഇന്ന് നമുക്കപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ അടിപൊളി മത്തിക്കറി ഇവിടെ റെഡിയായിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനിയിപ്പോൾ മത്തിയുടെ സീസണൊക്കെ അല്ലേ, അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരെ ബൈ ബൈ.